ഹായ് ഗായ്സ്, എല്ലാവർക്കും ഡെവീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ 13ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫങ്ഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ ഫങ്ഷൻസ്? ഫങ്ഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഫങ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് കാണാം. അപ്പം ഫങ്ഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ കോഡ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഈ ഒരുപാട് കോഡൊക്കെ വരുമ്പം അത് കുറച്ചും കൂടെ എന്താ പറയുക, ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആ സെക്ഷൻ ഒരു വേറെ സെപ്പറേറ്റ് കോഡായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് ഈ കോഡിന് ഒരു കോളിംഗ് നെയിം പോലെ നമുക്ക് നമ്മുടെ മെയിൻ മെത്തേഡിൽ കൊടുക്കാൻ പറ്റും. അപ്പം മെയിൻ മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മെയിൻ മെത്തേഡും ശരിക്കും പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ്. ആദ്യം ആ ഫംഗ്ഷൻ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് റിട്ടേൺ ചെയ്യുന്നത്, അപ്പം അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ആ നമ്മൾ അസൈൻ ചെയ്യുന്ന പേര്, അപ്പം അവിടെ നെയിം ഓഫ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധാ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ അത് ഫംഗ്ഷനാണെന്ന് ഡിനോട്ട് ചെയ്യാനാണ് ഈ സാധാ ബ്രാക്കറ്റ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം ഈ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ ബോഡി വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇഫ് എൽസിലൊക്കെ കണ്ടിട്ടില്ലേ, കണ്ടീഷൻ കഴിഞ്ഞിട്ട് അതിനൊരു ബോഡി ഉണ്ടാവും. ആ ബോഡിയുടെ അകത്ത് എന്തൊക്കെ എഴുതുമോ അതൊക്കെ ആ കണ്ടീഷൻ ബേസ് ചെയ്ത് ചെയ്യും. അപ്പോൾ ഇവിടെ ഫംഗ്ഷന് കണ്ടീഷനൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാധാ ബ്രാക്കറ്റും നമ്മൾ ആ ഫംഗ്ഷനകത്ത് എന്താണോ എഴുതേണ്ടത്, എന്ത് കോഡാണോ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ കോഡ് നമ്മൾ ഈ ബോഡിയുടെ അകത്ത് എഴുതും. ഓക്കെ, ഈ രണ്ട് കേളി ബ്രാക്കറ്റ്സിൻ്റെ ഇടയ്ക്കാണ് അത് എഴുതുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം ഏതൊരു പ്രോഗ്രാമിൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അപ്പം മെയിൻ ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം ഇവിടെ കാണാം മെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ പേരാണ്. അപ്പം അതെന്താണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ വെറുതെ എന്താ പറയുക, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഒരു ഫംഗ്ഷനായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ റിട്ടേൺ ടൈപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളുടെ സാധാ ബ്രാക്കറ്റ്. ഓക്കെ, ആദ്യം റിട്ടേൺ ടൈപ്പ് ആയത് വോയിഡ് എന്ന് എഴുതി, അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ എഴുതി, അതായത് മെയിനാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിം. അത് ശരിക്കും ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന നെയിമല്ല, പക്ഷെ നമ്മളായിട്ട് ഫംഗ്ഷൻ ചെയ്തു നമുക്ക് നമ്മുടേതായിട്ട് പേര് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സാധാ ബ്രാക്കറ്റ്. എന്നിട്ട് നമ്മൾ എപ്പോഴും കോഡ് എഴുതുന്നത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ കേളി ബ്രേസസ് അതിൻ്റെ ഇടയ്ക്ക്, അതായത് ആ ബ്ലോക്കിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനകത്ത് എഴുതണം എന്ന് നിർബന്ധമില്ല. അതായത് നമ്മൾ ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പം ഈ മെയിനിനകത്തായിരിക്കില്ല നമ്മൾ അടുത്ത ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ മെയിനിൻ്റെ പുറത്തായിരിക്കും എഴുതുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ആക്സസ് ചെയ്യാൻ മാത്രം നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാ ബ്രാക്കറ്റ് കൊടുക്കുള്ളൂ. അപ്പം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു സം എടുക്കുവാണെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് വേണം. അപ്പോൾ ആ 2 നമ്പേഴ്സ് നമുക്ക് എവിടെ നമ്മൾ മെയിനിൽ ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ആ നമ്പേഴ്സ് ഈ ഫംഗ്ഷനിലോട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ആ പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് നിർബന്ധമില്ല, പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മുടെ ഫംഗ്ഷനെ ബേസ് ചെയ്തിരിക്കും പാരാമീറ്റേഴ്സ് കൊടുക്കണോ വേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. അപ്പം ആദ്യം ഞാനൊരു വെറുതെ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം വോയിഡ് ഞാനാണെങ്കിൽ അവിടെ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഞാൻ വോയിഡ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ പേരായ ഡിസ്പ്ലേ എന്ന് കൊടുത്തു. ഡിസ്പ്ലേ, എന്നിട്ട് സാധാ ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നമ്മൾ ഒരു ബ്ലോക്ക് കൊടുക്കും, അതായത് നമ്മൾ കേളി ബ്രേസസ് കൊടുക്കും. അതിനകത്താണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ എല്ലാം എഴുതാൻ പോകുന്നത്. ഓക്കെ, ആ ഫംഗ്ഷനകത്തുള്ള കോഡ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു സെന്റൻസ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ പ്രിന്റ് ദിസ് ഈസ് എ വോയിഡ് ഫംഗ്ഷൻ എന്ന് ഞാൻ പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്തെങ്കിലും റൺ ചെയ്യാൻ നോക്കിയാൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ, ഞാൻ നമ്മുടെ ഏത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡ്. അപ്പോൾ മെയിൻ മെത്തേഡിനകത്ത് വേറെ അത് ആക്സസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ അവിടെ വെറുതെ കിടക്കത്തേ ഉള്ളൂ, അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ മെത്തേഡിൽ ഈ ഫംഗ്ഷൻ്റെ
പേര് വെച്ച് വിളിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേരെന്താ, നമ്മളിവിടെ ഡിസ്പ്ലേ എന്നാണ് പേര് കൊടുത്തത്. അപ്പം നമ്മളിവിടെ മെയിനിനകത്ത് ഈ ഫംഗ്ഷൻ കൊടുക്കണം. അപ്പം ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് നമുക്ക് വെറുതെ ഡിസ്പ്ലേ എന്ന് കൊടുത്താൽ മതിയോ. ഓക്കെ, അപ്പം ഡിസ്പ്ലേ, എന്നിട്ട് അത് ഫംഗ്ഷനാണ്, നമ്മൾ കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം അത് നമ്മൾ ബ്രാക്കറ്റ്, സാധാ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് റൺ ചെയ്യുക. കണ്ടോ, ഞാൻ മെയിനിനകത്ത് ഈ കോഡ് എഴുതിയിട്ടില്ല, പ്രിന്റ് ചെയ്യാനുള്ള കോഡ് എഴുതിയിട്ടില്ല. അതേസമയത്ത് ഡിസ്പ്ലേയുടെ അകത്ത് ഞാൻ ആ കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ വേറെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എനിക്ക് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം, പ്രിന്റ് തന്നെ ആണെന്നില്ല. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിട്ടേൺസ് നോ വാല്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാൻ റൺ ചെയ്യുക. കണ്ടോ, ഈ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ മെയിനിൽ കൊടുത്തില്ല, പക്ഷെ ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ വേറൊരു ഫംഗ്ഷനിലാണ് കൊടുത്തത്. അപ്പൊ ഇവിടെ എങ്ങനെ എക്സിക്യൂഷൻ നടക്കുന്നത്, ആദ്യം മെയിനിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. മെയിനിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുക. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കൺട്രോൾ ഡിസ്പ്ലേ ഫംഗ്ഷനോട്ട് വരും. അപ്പൊ നമ്മളിവിടെ നോക്കും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പേരുള്ള ഫംഗ്ഷൻ ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇവിടെയാണ് ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ ആ ഫംഗ്ഷനകത്ത് പിന്നെ ഉള്ളത് എന്താന്ന് നോക്കും. അപ്പം അവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാനാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യാനുണ്ട്. അപ്പം ആദ്യം ആ പ്രിന്റ് ദിസ് ഈസ് എ വോയിഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടേൺസ് നോ വാല്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മെയിനിലോട്ട് ബാക്കി എക്സിക്യൂഷൻ വരിക. അപ്പൊ ഞാൻ തിരിച്ച് മെയിനിലോട്ട് എക്സിക്യൂഷൻ കൺട്രോൾ വന്നു എന്നറിയാൻ വേണ്ടി ഞാൻ വേറൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, കൺട്രോൾ ബാക്ക് ടു മെയിൻ. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, പ്രിന്റ് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം ഇതിലെ പ്രിന്റ് ചെയ്ത് വരുന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് മനസ്സിലായി എങ്ങനെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് റൺ ചെയ്യുക. കണ്ടോ, ആദ്യം വന്നത് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ് എന്നാണ്. അപ്പം അതായത് ആദ്യം ഈ മെയിൻ ഫംഗ്ഷനിലോട്ട് നമ്മൾ കടന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, ഡിസ്പ്ലേ ഫംഗ്ഷനിലോട്ട് പോയി. ഡിസ്പ്ലേ ഫംഗ്ഷനിൽ അപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്ന രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് എ വോയിഡ് ഫംഗ്ഷനും റിട്ടേൺസ് നോ വാല്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ബാക്കി ഉള്ള വാല്യൂസ് ഇങ്ങോട്ട് തിരിച്ച് കൺട്രോൾ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതാണ് അവസാനം പ്രിന്റ് ചെയ്ത് വന്നത്. അപ്പം അതെന്തായിരുന്നു, കൺട്രോൾ ബാക്ക് ടു മെയിൻ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വന്നു. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡാണെങ്കിൽ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം ഞാനൊരു യൂസ് കേസ് പറയാം. അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സ്, ആ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഫംഗ്ഷൻ ഇല്ലാതെ അത് എഴുതാം. ഓക്കെ, ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നമ്പേഴ്സ് കൊടുക്കാം. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 5, ഇൻ ബി ഈസ് ഈക്വൽ ടു 3. എന്നിട്ട് ഇത് രണ്ടിന്റെ സം പ്രിന്റ് ചെയ്യുക, പ്രിന്റ് എ പ്ലസ് ബി. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴാണ് ഈ ഒരു സം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ആ വാല്യൂ കിട്ടി, 8 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി ഇതേ കാര്യം ഞാൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പോവാം. അപ്പം ഇവിടെ ഞാൻ 2 നമ്പേഴ്സാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 നമ്പേഴ്സ് നമ്മൾ ഫംഗ്ഷനിലോട്ട് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ആ ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് സം ആണ് വേണ്ടത്. അതുകൊണ്ട് എന്താ, അതിന്റെ റിട്ടേൺ ടൈപ്പും ഇൻറ്റ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സിന്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ്. അപ്പം നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആയിട്ട് കൊടുക്കുകയാണ്, കാരണം സം ആണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം റിട്ടേൺ ടൈപ്പ് എഴുതും, ഇൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷന്റെ പേര്, ഇപ്പം ഞാൻ ഇവിടെ സം എന്നാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ സാധാ ബ്രാക്കറ്റ്. എന്നിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് നമ്മളാണെങ്കിൽ 2 നമ്പേഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പം ആ 2 നമ്പേഴ്സ് 2 പാരാമീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ആ 2 നമ്പേഴ്സ് ഇൻഡിജേഴ്സ് ആണെന്ന് അറിയാം. അപ്പം ഞാൻ ഇവിടെ ഇൻറ്റ് n1, അതായത് ഫസ്റ്റ് നമ്പർ, അതുപോലെ ഇൻറ്റ് n2. അപ്പം ഈ 2 വാല്യൂസ് ആയിരിക്കും പിന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എയും ബിയും ആയിരിക്കില്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ കേളി ബ്രേസസ് വെച്ച് അതിന്റെ ബോഡി എഴുതാൻ പോകും. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണും, ഇവിടെ ഒരു ചുവന്ന കളറിലുള്ള ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു, പക്ഷെ ആ ഇൻഡിജർ നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല ഫംഗ്ഷൻ എന്ന്. അപ്പം നമുക്കത് റിട്ടേൺ ചെയ്യണം. അപ്പം നമുക്കിവിടെ എന്താ ചെയ്യാം, നമുക്കിവിടെ നമ്മുടെ ഫസ്റ്റ് ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഈ പ്രിന്റിന് പകരം നമ്മൾ ഡയറക്റ്റ് ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പം റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ്. അപ്പം ഈ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് എന്ത് വാല്യൂ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യും, ഒരു ഫംഗ്ഷനൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കും. അപ്പം റിട്ടേൺ n1 പ്ലസ് n2. ഓക്കെ,
അപ്പം ഇങ്ങനെ കൊടുത്താൽ അത് പ്രിന്റ് ആവത്തില്ല. അപ്പം നമ്മളിവിടെ പ്രിന്റിനകത്ത് നമ്മൾ സം കൊടുക്കാം. അപ്പം സം ആണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. അപ്പൊ സമ്മിനകത്ത് എന്തൊക്കെയാ പാരാമീറ്റേഴ്സ്? ഫസ്റ്റ് n1 എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ. അപ്പം അത് ഈ സമ്മിനകത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ പക്ഷെ നമ്മൾ കോൾ ചെയ്യുന്നിടത്ത് നമ്മൾ ഏത് വാല്യൂ ആണ് പാസ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ എയും ബിയും ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കറക്റ്റ് അതേ വാല്യൂ തന്നെ കിട്ടി. ഇനി ഞാൻ ഈ ഫുൾ കോഡ് മാറ്റുവാന്നിരിക്കട്ടെ. നമുക്ക് ഈ സമ്മിന് പാരാമീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് int n1 is equal to 5, int n2 is equal to 3. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത കോഡ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ എയും ബിയും അതുപോലെ a+b ഉള്ള ആ ഒരു സെറ്റ് ഓഫ് കോഡ് നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ വെറുതെ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റേ കൊടുക്കത്തുള്ളൂ, പ്രിന്റ് ചെയ്യാം സം. അപ്പൊ ഞാൻ ഇതിന് 5 പകരം ഒരു 8 കൊടുക്കാന്നിരിക്കും. അപ്പൊ ഇനി ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ 11 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പോലെ 5 കൊടുത്താലും ഇതിന്റെ സം ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം കിട്ടിയ ഔട്ട്പുട്ട് തന്നെ ഇവിടെയും കിട്ടും. കണ്ടോ, നമുക്ക് ആദ്യം 8 കിട്ടി, ഇപ്പോഴും 8 കിട്ടി. അപ്പൊ അതിനർത്ഥം എന്താ? നമുക്ക് ഈ ഒരൊറ്റ നമ്മുടെ കോഡ് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ കോഡ് നമുക്ക് ഓർഗനൈസ്ഡ് ആയി. നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഈ ഫുൾ കോഡ്, അതായത് int n1 is equal to 3, 5 n2 is equal to 3, ആ ഒരു ഫുൾ കോഡ് നമ്മൾ വേറൊരു ഫംഗ്ഷനിലോട്ട് എഴുതി. എന്നിട്ട് ആ ഫംഗ്ഷൻ മാത്രം നമ്മളിവിടെ കോൾ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാൻ നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. കാരണം നമ്മൾ റിട്ടേൺ വാല്യൂ ഉള്ളതുകൊണ്ട് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇത് വേണമെങ്കിൽ എനിക്ക് int r, int എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷന്റെ int ആണ്. അതുകൊണ്ടാണ് നമ്മൾ int എന്ന് കൊടുക്കുന്നത്. അപ്പം int r is equal to sum. എന്നിട്ട് നമ്മൾ ഈ സമ്മിന് വരെ നമുക്ക് 6 പ്രിന്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ ഞാൻ റൺ ചെയ്യുക. നമുക്ക് 8 കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ വേറെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 15 കൊടുക്കുകയാണെങ്കിൽ 15 + 3 18 കിട്ടും നമുക്ക്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ സം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ എന്താ പറയുക ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഫംഗ്ഷൻസിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള കോഡ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല നമുക്ക് അത് വായിക്കുമ്പം കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ കുറേ കാര്യം പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും നന്ദി, ബൈ.